ഹായ് ഹലോ ഐം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നൊരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കങ്കൂവ, നമ്മുടെ സൂര്യയുടെ മൂവിയെ കുറിച്ചിട്ട് പറയാം. ഞാൻ ഫിലിം കണ്ടു, ഇന്നലെയാണ് ഞാൻ ഫിലിം കണ്ടത്. ഫിലിം കാണാൻ പോയപ്പോൾ ഖത്തറിലാണ്. അപ്പോൾ ഞാൻ പോയ തിയേറ്ററിൽ ഞാനും എൻ്റെ മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു. അത്രയ്ക്ക് സീറ്റുകളെല്ലാം ഇതായിട്ട്. അപ്പോൾ ഈ ഫിലിമിനെ കുറിച്ച് മുന്നേ തന്നെ ഒരുപാട് റിവ്യൂകൾ കേട്ടു. അശ്വന്ത് കൊക്കിനെ പോലുള്ള വലിയ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കേട്ടായിരുന്നു. അപ്പോൾ മോൻ അപ്പം തന്നെ ഡിസൈഡ് ചെയ്തു ഇത്രയും രൂപ കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, അവൾ ഈ ഫിലിം കണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, മാം ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്ക്, എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാരണത്തിൽ തന്നെ ഇപ്പോൾ ഇത്രയും മോശം അഭിപ്രായം വരുമ്പോൾ ഞാൻ കരുതി എന്താണ് സൂര്യയെ പോലുള്ള ഒരു നടന് ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ ഈ ഫിലിമിനെ കുറിച്ച്, അതായത് ഈ ഫിലിമിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ സൂര്യയെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള റിവ്യൂ ആണ്. നമ്മുടെ അശ്വന്ത് കൊക്കിൻ്റെ റിവ്യൂ ഞാൻ കണ്ടപ്പോഴത്തേക്ക്, അശ്വന്ത് കൊക്ക് എന്നല്ല അവനെ പറയേണ്ടത് കേട്ടോ സത്യത്തിൽ. കാരണം നമുക്ക് റിവ്യൂ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ എല്ലാം ഒരു ലിമിറ്റായിരിക്കണം. എല്ലാത്തിനും എല്ലാം ബിസിനസ്സാണ്. എല്ലാ കാര്യങ്ങളിലും ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ റിവ്യൂയിലൂടെ അതിനെ അങ്ങനെ പറഞ്ഞ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബാഡ്. അപ്പോൾ അത്രയും വളരെ ഒരു മോശം റിവ്യൂ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, മോനെ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും മോനും കൂടെ പോയി ഫിലിം കണ്ടു. ഇനി ഫിലിമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം തന്നെ നെഗറ്റീവാണല്ലോ ഏറ്റവും കൂടുതൽ പോകുന്നത്. നെഗറ്റീവ് ഞാൻ പറയാം. നെഗറ്റീവായിട്ട് എനിക്ക് ആ ഫിലിമിൽ തോന്നിയത് എന്തെന്ന് വെച്ചാൽ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് പ്രസൻറ്റ്, അതായത് നമ്മുടെ സൂര്യയുടെ ഇപ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ ലൈവ് അത് കാണിക്കുന്നത് എനിക്കത്ര ഇഷ്ടമായില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് ഒട്ടും ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളും, പിന്നെ അതിനപ്പുറമായിട്ട് അതിനകത്ത് നമുക്ക് ഈ ശബ്ദത്തിനൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഭയങ്കര ആവശ്യമില്ലാതെ അതിൻ്റെ ഒരു ആക്ട്രസ് അവർ ആവശ്യമില്ലാതെ കിടന്ന് ബഹളം വെക്കുവാണ്. ആ ഒരു നടിയുടെ തന്നെ ആവശ്യം അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോ. കുറച്ചുകൂടെ നന്നാക്കായിരുന്നു ആ ഫസ്റ്റ് പാർട്ട്. പിന്നെ പോകുന്നത് കങ്കുവ എന്ന് പറയുന്ന രണ്ടാമത്തെ സൂര്യയിലോട്ടാണ് പോകുന്നത്. ആ കങ്കുവയുടെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ ആണ് ആൾക്കാർ പറഞ്ഞ സിനിമയെ ഇത്രയും മാത്രം ഡിഗ്രേഡ് ചെയ്യേണ്ട ഒന്നുമില്ല. കാരണം ആ കങ്കുവ എന്ന് പറയുന്ന കഥാപാത്രം സൂര്യ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ കൂടുതലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അദ്ദേഹം വളരെ നന്നായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ശരി തന്നെ. പിന്നെ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് സ്ത്രീകളുടെ കുറച്ച്, അതായത് സ്ത്രീകൾ ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ അവിടെ ഈ എതിർവശത്തുള്ള ആൾക്കാർ വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്നത് പല ഫിലിമുകളിലും നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ സ്ത്രീകൾ ഇവരാൽ റേപ്പ് ചെയ്യപ്പെടും, അല്ല എന്നുണ്ടെങ്കിൽ നായകൻ വന്ന് ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനാണ്. പക്ഷേ ഈ ഫിലിമിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് അവർ സ്വയം ഇതിനെ എതിർത്ത് സ്വയം വിജയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതൊരു ഭയങ്കര നല്ല സീനായിരുന്നു അത് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് നല്ലൊരു പാട്ട് സീനും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് മാത്രം നിങ്ങൾ പറയാതെ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളൊക്കെ കാണും. ഈ തരത്തിൽ ഡീഗ്രേഡ് ചെയ്ത് മോശമാക്കാനായിട്ട് ആ ഫിലിമിൽ ഒന്നുമില്ല. അത് സാധാരണ നമ്മൾ ഇറങ്ങുന്ന ഒരുപാട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഫിലിമും നമുക്ക് പോയി തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അശ്വന്ത് കൊക്കിനെ പോലുള്ള റിവ്യൂ പറയുന്ന ആൾക്കാരെ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫിലിമും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റത്തില്ല. ഓരോ ഫിലിമും ഇഷ്ടക്കാർ വേറെ വേറെ ആൾക്കാരാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനെ മോശമാണെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ നമ്മുടെ അഭിപ്രായം പറയാം. അല്ലാണ്ട് ഇതുപോലെ വേഷവും കെട്ടി വന്നിരുന്ന ഒരു ഫിലിമിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് ഒരു മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിപ്പം ആൾക്കാരെ എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൾക്കാരെ എഫക്റ്റ് ചെയ്യും. കാരണം ഇവരുടെ റിവ്യൂസ് കണ്ട് ഫിലിം കാണാൻ പോകുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ ഞങ്ങൾക്കറിയാം. ഒരുപാട് പേര് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതിന് നമ്മൾ മലയാളികൾ കൂട്ടി നിൽക്കാതിരിക്കുക. കാരണം നമ്മുടെ മലയാളത്തിൽ വരുന്ന ഫിലിമിനും ഇതുപോലെ തന്നെയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നാളെ ഇതുപോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്യാനും അതിൽ അഭിനയിക്കാനും ഈ പറയുന്ന നടന്മാർ പിന്നെ മടിക്കും. അപ്പം നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എല്ലാം ഒരുപോലെ നല്ലതായി വളർന്ന അപൂർവമായിട്ടൊരു ഫിലിം മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. കങ്കുവ ഒട്ടും മോശമായിട്ടുള്ളൊരു ഫിലിമല്ല. ഞാൻ ഈ പറയുന്നത് പോലെ ഫസ്റ്റ് ഹാഫ് ഈ പ്രസൻറ്റ് കാണിക്കുന്നത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അതിൽ കുറച്ച് ശബ്ദത്തിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ഇങ്ങനെ ശബ്ദം കൂടുന്നത് പോലെ തോന്നി. പിന്നെ ബോബി ഡിയോളോ അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രത്തിന് ആ ഒരു സീന് കാണിക്കുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ട് ഒരു റെഡ്
റെഡ് മയമായിട്ടൊക്കെ നമ്മുടെ കണ്ണിന് തന്നെ ഒരു അരോചകമാകുന്നു. അങ്ങനെ അതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് മാറ്റി നിർത്തൂ. എന്നിട്ട് അതിൻ്റെ പോസിറ്റീവും കൂടെ നിങ്ങൾ പറയൂ. ഈ റിവ്യൂ പറയുന്ന ഒരു പോസിറ്റീവും കൂടെ പറയൂ. കങ്കുവ പോയി ഒറ്റ തവണ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ്. അത് ഒരിക്കലും ഇങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂവിന് ഒരിക്കലും സൂര്യ ഡിസേർവ്ഡ് അല്ല. അദ്ദേഹത്തിന് ആ ഒരു പ്രയത്നത്തിന് ഒട്ടും തന്നെ ഫലവും ജനങ്ങൾ കൊടുത്തില്ല. അത് ഭയങ്കര നിരാശകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു ഫിലിമിനെയും നിങ്ങൾ ഈ തരത്തിൽ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത് കേട്ടോ. അതൊരു ഭയങ്കര ഒരു കഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് പൊതുവായ ഒരു അഭിപ്രായം പറയുക. അല്ലാണ്ട് ഒരാളെ തന്നെ ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കാൻ ഈ യശോദ് കൊക്കിനെ പോലുള്ള ആൾക്കാർ ശ്രമിക്കരുത്. അതൊരു സത്യം പറഞ്ഞാൽ ഇത് വളരെ താഴ്മയോട് കൂടി പറയുന്നൊരു കാര്യമാണ്. സിനിമ കഴിഞ്ഞ് അങ്ങോട്ട് തീരുന്നതിന് മുമ്പേ ആ വേഷവും ഇട്ട് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞ് അതിനെ ഇത്ര നശിപ്പിക്കാനായിട്ട് ഇയാൾക്ക് എന്ത് ഇത്ര സിനിമയോട് ഇത്ര വിരോധം? ഇയാളെ പറയുന്ന മിക്ക സിനിമകളും ചിലതൊക്കെ ഓക്കെ, പക്ഷേ ബാക്കിയുള്ള ഫിലിമുകളൊക്കെ കഷതുമൊക്കെ പറയുന്ന ഒന്നും അത്ര ബെസ്റ്റായിട്ട് പറയാൻ ചില ഫിലിമുകളൊന്നും എനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഓരോ മനുഷ്യർക്കും ഓരോരോ അഭിപ്രായമാണ്. അഭിപ്രായം പറയാം, പക്ഷേ അതിനെ ഏറ്റവും കൂടുതൽ ചവിട്ടി താഴ്ക്കാൻ നമ്മൾ പാടില്ല ഒന്നിനെയും. ഒരു ബിസിനസ് മേഖല, ഒരു കല, അതിനെ തന്നെ നശിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കരുത് ഒരിക്കലും. താങ്ക് യു സോ മച്ച്.